ഓം ശാന്തി. 3/6/2022 बाबा कहते मीठे बच्चे, ये खेल है कब्रिस्तान और परिस्तान का। इस समय परिस्तान है, फिर परिस्तान बनेगा। इस समय कब्रिस्तान है, फिर परिस्तान बनेगा। तुम्हें इस कब्रिस्तान से दिल नहीं लगानी. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഈ കളി കബ്രിസ്ഥാന്റെയും പരിസ്ഥാന്റെയുമാണ്, ശ്മശാനത്തിന്റെയും സ്വർഗത്തിന്റെയുമാണ്. കബ്രിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്മശാനം, സെമിത്തേരി. പരിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവതകളുടെ ലോകം. ഈ സമയം കബ്രിസ്ഥാൻ ഹേ, ഈ സമയത്ത് ഈ ലോകം കബ്രിസ്ഥാനാണ്, ശ്മശാനമാണ്. ഫിർ പരിസ്ഥാൻ ബനേഗ, പിന്നെ ഇത് സ്വർഗമായി മാറും. തുമേ ഇസ് കബ്രിസ്ഥാൻ സെ ദിൽ നഹി ലഗാനി, നിങ്ങൾ കുട്ടികൾ ഈ കബ്രിസ്ഥാനിൽ തന്റെ ഹൃദയം വെക്കരുത്. അപ്പോ ബാബ പറയാണ്, ഈ ശ്മശാനത്തിൽ, ഈ ശ്മശാന ഭൂമിയിൽ നമ്മളുടെ മനസ്സ് വെക്കരുത്. അതായത് നമ്മുടെ മനസ്സില് ഈ ലോകത്തോട്, ഈ ലോകത്തിലെ ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റ് പാടില്ല. ചോദ്യം, മനുഷ്യ കോൺസി ഏക് ബാത് കോ ജാൻ ലേ തോ സബ് സംശയ ദൂർ ഹോ ജായെങ്കെ. മനുഷ്യര് ഏതൊരു കാര്യം അറിഞ്ഞാൽ എല്ലാ സംശയങ്ങളും ദൂരെയാകും. മനുഷ്യരുടെ ഏതൊരു സംശയം മാറിയാൽ, ഏതൊരു കാര്യം മനുഷ്യർ മനസ്സിലാക്കിയാൽ അവരുടെ എല്ലാ സംശയങ്ങളും ദൂരെയാകും. ഏത് സംശയമാണ്? കാരണം ഇന്ന് ആർക്കും അറിയാത്തത് ആരെയാണ്? ഈശ്വരനെയാണ്. അല്ലെ? വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടില്ല. എല്ലാവരും അവരവരുടെ വിശ്വാസങ്ങളിലൂടെ സഞ്ചരിക്കും. ഇവിടെ ബാബ പറയുന്നു, ബാബ കോൻ ഹേ, വോ കൈസെ ആത്തെ ഹേ, യേ ബാത് ജാൻ ലേ തോ സബ് സംശയ ദൂർ ഹോ ജായെങ്കെ. ബാബ ആരാണ്? ബാബ എങ്ങനെയാണ് വരുന്നത്? ഈ കാര്യങ്ങൾ അറിയുമ്പോൾ എല്ലാ സംശയങ്ങളും ദൂരെയാകും. ബാബ ആരാണ്? ബാബ എങ്ങനെയാണ് വരുന്നത്? ഈ കാര്യങ്ങളെ അറിയുമ്പോൾ എല്ലാ സംശയങ്ങളും ദൂരെയാകും. ജബ് തക് ബാപ്പു നഹി ജാന തബ് തക് സംശയം മിട്ട് നഹി സക്തേ. ബാബയെ അറിയാത്തിടത്തോളം സംശയങ്ങൾ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. നിശ്ചയ ബുദ്ധി ബന്നെ സെ വിജയമാലാമേ ആ ജായെങ്കെ. നിശ്ചയബുദ്ധിയുള്ളവരാകുന്നതിലൂടെ വിജയമാലയിലേക്ക് വരുവാൻ കഴിയുന്നു. നിശ്ചയബുദ്ധി വിജയന്തി എന്നല്ലേ? അപ്പൊ ആരാണോ നിശ്ചയബുദ്ധിയുള്ള കുട്ടികൾ, അവരാണ് വിജയമാലയിലേക്ക് കോർക്കപ്പെടുന്നത്. ലേക്കിൻ ഏക ബാത് മേ സെക്കൻഡ് മേ പൂരാ നിശ്ചയ ഹോനാ ചാഹിയെ. പക്ഷെ ഓരോരോ കാര്യത്തിലും കുട്ടികൾക്ക് സെക്കൻഡിൽ നിശ്ചയം, പൂർണ്ണമായ നിശ്ചയം ഉണ്ടായിരിക്കണം. അപ്പൊ ഓരോരോ കാര്യത്തിലും കുട്ടികൾക്ക് സെക്കൻഡിൽ പൂർണ്ണമായ നിശ്ചയം ഉണ്ടായിരിക്കണം. ഗീതം ചോടുബി ദേ ആകാശ സിംഹാസനം. ആകാശ സിംഹാസനം ഉപേക്ഷിച്ച് താഴേക്ക് ഇറങ്ങി വന്നാലും. ഓം ശാന്തി. ബാപ് ബൈട്ട് ബच्चों को समझाते हैं, ये है बेहद का रूहानी बाप. ഇവിടെ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ബാബ പരിധികളില്ലാത്ത ആത്മീയ അച്ഛനാണ്. ആത്മായെ സബി രൂപത്തോ ജരൂർ ബദൽത്തി. എല്ലാ ആത്മാക്കളും തന്റെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നു. നിരാകാർ സെ സാകാർ മേ ആത്തെ ഹെ പാർട്ട് ബജാനെ കർമ്മക്ഷേത്ര പർ. നിരാകാരിയായ ആത്മാവ് സാകാര സൃഷ്ടിയിലേക്ക് വരുന്നു പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി. അതായത് കർമ്മക്ഷേത്രത്തിലേക്ക് വരുന്നു, സാകാര ശരീരത്തിലേക്ക് വരുന്നു പാർട്ട് അഭിനയിക്കാൻ. ബच्चे कहते हैं बाबा आप भी हमारे मुवाफिक രൂപ ബദലോ. കുട്ടികളും പറയാണ് ബാബയുടെ അടുത്ത്, ബാബ അങ്ങും ഞങ്ങളെ പോലെ രൂപം മാറി വരും. ജരൂർ സാകാർ രൂപ് ധാരൺ കർക്കെ ഹി തോ ജ്ഞാൻ ദേംഗെ. തീർച്ചയായിട്ടും ബാബ സാകാര രൂപം ധാരണ ചെയ്ത്, സാകാര രൂപം എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ ധാരണ ചെയ്ത് ബാബ നമുക്ക് ഈ ജ്ഞാനം നൽകും.
അപ്പൊ ഈ സൃഷ്ടിയിലേക്ക് ബാബ വരുമ്പോൾ നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യ ശരീരം ധാരണ ചെയ്തിട്ടാണ് നമുക്ക് ജ്ഞാനം നൽകുന്നത്. മനുഷ്യക്കാഹി രൂപലെങ്കിന് തീർച്ചയായിട്ടും ബാബ മനുഷ്യ രൂപമല്ലേ ധരിക്കുക. ബच्चे भी जानते हैं हम निराकार है फिर साकार बनते. ഇവിടെ നമ്മൾ കുട്ടികൾക്കും അറിയാം ആത്മാവ് നിരാകാരിയാണ്, ആത്മാവാണ് ഈ സാകാര ശരീരം ധരിക്കുന്നത്. ബരോബർ ബി എസ്, തീർച്ചയായിട്ടും അങ്ങനെയാണ്. वो है നിരാകാരി ദുനിയ യേ ബാപ് ബൈഠ് സുനാത്തെ. ബാബ പറയാണ് നമ്മളുടെ നിവാസ സ്ഥാനം ആ നിരാകാരി ലോകമാണ് അല്ലെ. അവിടെ നിന്നാണ് ബാബ വന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് കേൾപ്പിച്ചു തരുന്നത്. कहते हैं तुम अपने 84 जन्मों की कहानी को नहीं जानते. ഇവിടെ ബാബ പറയാണ് കുട്ടികളെ നിങ്ങൾക്ക് 84 ജന്മങ്ങളുടെ കഥ എന്താണെന്ന് അറിയില്ല. मैं इनमें प्रवेश कर इनको समझा रहा हूं, ये तो नहीं जानते हैं ना. ഞാൻ ഈ ബ്രഹ്മാവിൽ പ്രവേശിച്ചിട്ട് ഈ ബ്രഹ്മാവിനും മനസ്സിലാക്കി കൊടുക്കുകയാണ്. കാരണം ഈ ബ്രഹ്മാവിനും അറിയില്ല. ബ്രഹ്മാവിനും തന്റെ 84 ജന്മത്തെ കുറിച്ച് അറിയില്ല. കൃഷ്ണ തോ സത്യുഗ കാ പ്രിൻസ് ഹെ. കൃഷ്ണൻ സത്യയുഗത്തിലെ രാജകുമാരനാണ്. ഇൻകോ ആന പഠിത്താ ഹെ പതി ദുനിയാമേ പതി ശരീരത്തിൽ. കൃഷ്ണൻ ഈ സൃഷ്ടിയിലേക്ക് വരികയാണ്, പതീതമായ ലോകത്തിലേക്ക്, പതീതമായിട്ടുള്ള ശരീരത്തിലേക്ക് വരുന്നു. കൃഷ്ണ ഗോരാദാ ഫിർ കാല കേസെ പോവാ. കൃഷ്ണൻ വെളുത്തവനായിരുന്നു, പിന്നെ എങ്ങനെയാണ് കറുത്തുപോയത്? യേ കോയി ജാനത്തെ നഹീ. ഇത് ആർക്കും അറിയില്ല. കഹത്തെ ഹേ സർപ്പിനെ ഡസ. പറയുന്നുണ്ട് കൃഷ്ണനെ അല്ലെ സർപ്പം തീണ്ടി എന്ന് പറയുന്നുണ്ട് അല്ലെ, അതുകൊണ്ടാണ് കറുത്തുപോയത്. വാസ്തവമേ ഏകെ പാഞ്ച് വികാരം കി ബാത്. ബാബ പറയാണ് യഥാർത്ഥത്തില് കൃഷ്ണനെ സർപ്പം കൊത്തിയതൊന്നുമല്ല, പഞ്ചവികാരങ്ങൾ ആത്മാവിൽ പ്രവേശിച്ചു അല്ലെ, അതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ ബാബ പറയാണ് ആത്മാവില് പഞ്ചവികാരങ്ങൾ പ്രവേശിച്ചു. കാം ചിതാപ്പർ ബൈഠ്നെ സെ കാലെ ബൻ ജാത്തെ ഹെ. കാമവികാരത്തിന് അടിമപ്പെട്ടപ്പോഴാണ്, കാമചിതയിൽ ഇരുന്നപ്പോഴാണ് ആത്മാവ് കറുത്തുപോയത്. ശ്യാമസുന്ദരൻ എന്ന് കൃഷ്ണനെയാണ് വിളിക്കുന്നത്. മേരാത്തോ ശരീർ ഹി നഹി ജോ ഗോരാവ സാവരാബനെ. ബാബ പറയാണ് എനിക്ക് ശരീരമേ ഇല്ല, ഞാൻ കറുത്തു പോകാനും പിന്നെ വെളുത്തു പോകാനും ഒന്നും എനിക്ക് ശരീരമേ ഇല്ല. ശിവബാബ പറയാണ്, അവന് ശിവബാബയെ അല്ലേ കറുപ്പായിട്ട് കാണിക്കേണ്ട കാര്യമില്ല, പക്ഷെ ശങ്കരനെയും കറുപ്പായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മേത്തോ എവർ പാവനും. ബാബ പറയാണ് ഞാൻ സദാ പവിത്രമാണ്. മേ കൽപ്പകൽപ്പ സംഗം പർ ആത്താ ഹൂ. ഞാൻ കൽപ്പകൽപ്പം സംഗമ യുഗത്തിലാണ് വരുന്നത്. ജബ് കലിയുഗ അന്ത് സത്യുഗ ആദി ഹോത്താ ഹേ. കലിയുഗത്തിന്റെ അന്ത്യവും സത്യയുഗത്തിന്റെ ആദിയും എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോഴാണ് ബാബ വരുന്നത്. മുജേഹി ആകർ സ്വർഗക്ക് സ്ഥാപന കർണി. ബാബ പറയാണ് ഞാൻ വന്നിട്ടാണ് സ്വർഗ സ്ഥാപന ചെയ്യുന്നത്. ഇപ്പൊ ബാബ വന്നിട്ടാണ് സ്വർഗസ്ഥാപന ചെയ്യുന്നത്. സത്യുഗമേ സുഖധാം. സത്യുഗം സുഖധാമമാണ്, കലിയുഗം ദുഃഖധാമമാണ്. ഈ സമയം മനുഷ്യമാത്ര സബ് പതീത ഹേ. ഈ കലിയുഗത്തിലെ എല്ലാ മനുഷ്യരും ഈ സമയത്ത് പതീതമാണ്. सत्युग के लक्ष्मी नारायण महाराजा महारानी की गवर्नमेंट को भ्रष्टाचारी तो नहीं कहेंगे. സത്യയുഗത്തിലെ ലക്ഷ്മി നാരായണൻ അഥവാ മഹാരാജ മഹാറാണിയെ അതായത് സത്യയുഗ ഗവൺമെന്റിനെ ഒരിക്കലും നമുക്ക് ഭ്രഷ്ടാചാരി എന്ന് വിളിക്കുവാൻ സാധ്യമല്ല. യഹാ സബ്ഹേ പതീത്. ബാബ പറയാണ് ഈ ലോകത്തില് എല്ലാം തന്നെ പതീതമാണ് അല്ലെ. സത്യയുഗത്തില് എല്ലാം പാവനമാണ്. അതുകൊണ്ട് സത്യയുഗത്തിലെ ലക്ഷ്മി നാരായണനെ, മഹാരാജ മഹാറാണിയെ, ഗവൺമെന്റിനെ എന്താണ് വിളിക്കുന്നത് അല്ലെ? ശ്രേഷ്ഠാചാരികൾ എന്നാണ് വിളിക്കുക, അല്ലാതെ ഭ്രഷ്ടാചാരികൾ എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഭാരത് സ്വർഗത തോ ദേവി ദേവതാവും കാ രാജ്യത. ഭാരതം സ്വർഗമായിരുന്നപ്പോൾ ദേവി ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നു. ഏകഹി
ധർമ്മത. ബാബ പറയാണ് ഒരേ ഒരു ധർമ്മം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സമ്പൂർണ്ണ പാവൻ ശ്രേഷ്ഠാചാര്യതേ അല്ലെ, ആ ദേവീ ദേവതകളുടെ രാജ്യത്തിൽ എല്ലാവരും തന്നെ സമ്പൂർണ്ണ പാവനമായിരുന്നു, ശ്രേഷ്ഠാചാരികളായിരുന്നു. ഭ്രഷ്ടാചാരി ശ്രേഷ്ഠാചാരിയോക്ക് പൂജ കർത്തേ. ശരിക്കും സന്യാസി പവിത്ര ബൻത്തെ ഹേ തോ അപവിത്ര ഉൻകോ മാതാ ടെക്തേ ഹേ. സന്യാസികൾ പവിത്രമാണ്, അതുകൊണ്ട് അപവിത്രരായ മനുഷ്യർ സന്യാസികളുടെ മുന്നിൽ പോയിട്ട് വണങ്ങുന്നു, തലകുനിക്കുന്നു, നമസ്കരിക്കുന്നു. तो സന്യാസി को ഗൃഹസ്ഥി ഫോളോ तो कुछ करते नहीं है. അപ്പൊ സന്യാസിയുടെ ശിഷ്യന്മാരായിട്ട് മാറാറുണ്ട് ഗൃഹസ്ഥികള് അല്ലെ, അവര് പോയിട്ട് സാഷ്ടാംഗം പ്രണമിക്കാറുണ്ട്. പക്ഷെ ബാബ പറയാണ് എന്നാൽ ഒരിക്കലും സന്യാസിയെ ഫോളോ ചെയ്യാൻ അവർക്ക് പറ്റില്ല. കാരണം ഗൃഹസ്ഥികൾക്ക് ഒരിക്കലും സന്യാസികളെ പൂർണ്ണമായിട്ട് അനുകരിക്കാൻ സാധിക്കുന്നില്ല. തുമ്പി സന്യാസി ബൻ ജാവോ തബ് കഹേങ്കെ ഫോളോവർ. ബാബ പറയാണ് കുട്ടികളെ നിങ്ങളും സന്യാസികളായിട്ട് മാറൂ, അപ്പോൾ പറയാൻ പറ്റും ഇവരെല്ലാം നിങ്ങളുടെ ഫോളോവേഴ്സ് ആണ് അല്ലെ. സന്യാസികൾക്കാണ് ഫോളോവേഴ്സ്, ഗൃഹസ്ഥി ഫോളോവേഴ്സ് ബൻതേ. അപ്പൊ ഗൃഹസ്ഥികൾ എന്ന് പറയുന്നത് ഫോളോവേഴ്സ് ആണ് ആകുന്നത്, അല്ലാതെ അവരെ ഒരിക്കലും സന്യാസി ആകുന്നില്ല. അപ്പൊ ബാബ പറയാണ് ഗൃഹസ്ഥികള് ഒരിക്കലും സന്യാസിയാകുന്നില്ല. നിങ്ങൾ പോയിട്ട് സന്യാസിയാകൂ എന്ന് പറഞ്ഞാലും അവർക്ക് സന്യാസിയാകാൻ സാധിക്കില്ല. അവര് ഫോളോവേഴ്സ് ആണ്, അവർ ഗൃഹസ്ഥത്തിലാണ് ജീവിക്കുന്നത്. പരന്തു ഏ പവിത്രത്വ ബന്ധനഹി അല്ലെ, അങ്ങനെ സന്യാസിയെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഗൃഹസ്ഥത്തിലുള്ളവര് പവിത്രമാകണം. പക്ഷെ അങ്ങനെ പവിത്രമാകാനും സാധിക്കുന്നില്ല. നാ സന്യാസി ഉൻകോ സംജാത്തെ ഹേ നാ വോ ഖുദ് സമജ്തേ ഹേ അല്ലെ. സന്യാസി ഈ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുമില്ല, അവർ സ്വയം മനസ്സിലാക്കുന്നതുമില്ല. ഈ ഹം ഫോളോ തോ കർത്തേ നഹി. അപ്പൊ അതായത് ഗൃഹസ്ഥികള് സന്യാസികളെ ഫോളോ ചെയ്യുന്നില്ല എന്ന് അവര് സ്വയം മനസ്സിലാക്കുന്നില്ല, ഫോളോ ചെയ്യൂ എന്ന് സന്യാസികൾ മനസ്സിലാക്കി കൊടുക്കുന്നുമില്ല. യഥാർത്ഥ പൂര ഫോളോ കർണ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ അച്ഛനെ പൂർണ്ണമായും ഫോളോ ചെയ്യണം. എന്താണോ അച്ഛൻ പറയുന്നത് അത് പ്രകാരം കുട്ടികൾ നടക്കണം അല്ലെ. മാതാപിതാവിനെ ഫോളോ ചെയ്യണം. ഗായ ജാത്ത ഹേ ഫോളോ മദർ ഫാദർ. മഹിമ പാടുന്നത് എന്താണ്? ഫോളോ മദർ ഫാദർ ഓർ സംഘ ബുദ്ധിയോഗത്തോടിനാഹി. ബാബ പറയാണ് മക്കളെ, നിങ്ങൾ മറ്റെല്ലാറ്റിൽ നിന്നും അല്ലെ നിങ്ങളുടെ ബുദ്ധിയോഗം വിടുവിക്കണം. ഇവിടെ ഈ ലോകത്തിലെ എല്ലാ വ്യക്തി ബന്ധങ്ങളിൽ നിന്നും ഒന്നിനോടും ആരോടും നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാകരുത്. ഇവിടെയുള്ള വസ്തു വൈഭവങ്ങള് സമ്പത്ത് എന്തെല്ലാം ഉണ്ടോ ബാബ പറയാണ് എല്ലാത്തിൽ നിന്നും നിങ്ങളുടെ ബുദ്ധിയോഗം വിടുവിക്കണം. സബി ദേഹദാരിയോ സെ തോട് മുझे एक बाप से जोड़ो. ബാബ പറയാണ് എല്ലാ ദേഹദാരികളിൽ നിന്നും നിങ്ങളുടെ ബുദ്ധിയോഗം ഉപേക്ഷിക്കൂ, എന്നിട്ട് അച്ഛനായ എന്റെ അടുക്കൽ നിങ്ങളുടെ ബുദ്ധിയോഗം വെക്കൂ. അപ്പൊ ബാബ പറയാണ് എന്റെ അടുക്കൽ മാത്രം അല്ലെ. ബാബ പറയാണ് കുട്ടികളെ എല്ലാ ദേഹദാരികളിൽ നിന്നും നിങ്ങളുടെ ബുദ്ധിയോഗം വിടുവിച്ച് ഒരേ ഒരു അച്ഛനായ എന്റെ അടുക്കൽ മാത്രം നിങ്ങളുടെ ബുദ്ധിയോഗം വെക്കൂ. അപ്പോൾ അച്ഛന്റെ അടുക്കൽ മക്കൾ എത്തിച്ചേരും. ഫിർ സത്യുഗമേ ആജായെങ്കെ. അപ്പോൾ നമുക്ക് സത്യയുഗത്തിലേക്ക് വരുവാൻ സാധിക്കും. തും ഓൾറൗണ്ടർ ഹോ. ബാബ പറയാണ് കുട്ടികളെ നിങ്ങൾ ഓൾറൗണ്ടർ ആണ്. 84 ജന്മ ലേത്തേക്കോ. ഇവിടെ കുട്ടികള് 84 ജന്മങ്ങൾ എടുക്കുന്നുണ്ട്. ആദ്യസെ അന്ത് തക് അല്ലെ, ആദ്യം മുതല് അന്ത്യം വരെയും നമ്മൾ ടോട്ടൽ എത്ര ജന്മാണ് എടുക്കുന്നത്? 84 ജന്മങ്ങൾ എടുക്കുന്നു. तो अंत से आदि तक तुम जानते हो അല്ലെ. അന്ത്യം മുതൽ ആദ്യം വരെയുള്ള കാര്യങ്ങളും നിങ്ങൾ കുട്ടികൾക്ക് അറിയാം. ഹം ഓൾറൗണ്ട് പാർട്ട് ചലത്തെ ഹേ. ഹം നമ്മളുടേത് ഓൾറൗണ്ട് പാർട്ടാണ്. നമ്മൾ ഓൾറൗണ്ട് പാർട്ട് അഭിനയിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് സൃഷ്ടിയുടെ ആദ്യം മുതൽ അന്ത്യം വരെയും അന്ത്യം മുതൽ ആദ്യം വരെയുള്ള മുഴുവൻ പാർട്ടുകളെ കുറിച്ച് അറിയാം. ദൂസരെ ധർമ്മവാനോക്കോ ആദ്യസെ അന്ത് തക്ക പാർട്ട് നഹീ ചലതാ. പക്ഷെ മറ്റ് മതങ്ങളിൽ വരുന്നവർക്ക് ഒരിക്കലും സൃഷ്ടിയുടെ ആദ്യം മുതൽ അന്ത്യം വരെയുള്ള പാർട്ട് അവർക്കില്ല. ആദി സനാതൻ ഹേഹി ഏക ദേവി ദേവത ധർമ്മം. ബാബ പറയാണ് ആദി സനാതനം എന്ന് പറയുന്നത് ഒരേ ഒരു ദേവി ദേവത ധർമ്മമാണ്.
പെലെ പെലെ സൂര്യവംശിയിലെ ആദ്യം നമ്മള് സൂര്യവംശികളായിരുന്നു. अब तुम जानते हो हम ऑलराउंडर 84 जन्म का चक्कर लगाते हैं. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അറിയാം നമ്മൾ ഓൾറൗണ്ട് പാർട്ട് അഭിനയിക്കുന്നുണ്ട്. അതായത് 84 ജന്മങ്ങളുടെ പാർട്ട് നമ്മള് അതിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാദമേ ആനെ വാലെ തോ ഓൾറൗണ്ട് ഹോന സക്കെ. ബാബ പറയാണ് സത്യുഗത്തിന്റെ ആദിയിൽ വരുന്നവരാണ് ഓൾറൗണ്ടർ പാർട്ട് അഭിനയിക്കുന്നത്. പിന്നീട് വരുന്നവർക്ക് ഒരിക്കലും ഓൾറൗണ്ടർ പാർട്ട് അഭിനയിക്കാൻ സാധിക്കില്ല. ഇത് സംജനയ്ക്ക് ബാത്തെ, ഇത് മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ബാബയ്ക്ക് സിവായി പോയി സംജാന. ഈ കാര്യങ്ങള് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മക്കൾക്ക് മനസ്സിലാക്കി തരുവാൻ സാധിക്കില്ല. പെഹലെ പെഹലെ ഹേക്കി ടീറ്റിസം. ഏറ്റവും ആദ്യം എന്താണ്? ദേവി ദേവതാ ധർമ്മമാണ്. അതാണ് ഡീറ്റിസം. ആധാ കൽപ്പ സൂര്യവംശി ചന്ദ്രവംശി രാജ്യ ചൽത്തായി. അരക്കൽപ്പകാലം സൂര്യവംശി ചന്ദ്രവംശി രാജ്യമാണ് നടക്കുന്നത്. അഭിത്തോ ബഹുത് ചോട്ടാ സ യുഗ്. ബാബ പറയാണ് ഈ സമയത്ത് വളരെ ചെറിയ യുഗമാണ്. ഇനിക്കോ ഹി സംഗം കർത്തേ ഹേ കുംഭി കർത്തേ ഹേ. ഈ യുഗത്തെയാണ് സംഗമയുഗം അല്ലെങ്കിൽ കുംഭമേള എന്ന് വിളിക്കുന്നത് ഈ സമയമാണ്. കാരണം എല്ലാ ആത്മാക്കളും പരമാത്മാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ സമയം ഇതാണ്. ഉൻകോ ഹി യാദ് കർത്തേ ഹേ ഹേ പരംപിത പരമാത്മാ ആകർ ഹം പതിതോ കോ പാവൻ ബനാവോ. അല്ലെ, ഇവിടെ കുട്ടികള് പരമാത്മാവിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഹേ പരമപിത പരമാത്മാ, വന്ന് ഞങ്ങളെ പതീതരിൽ നിന്നും പാവനമാക്കി മാറ്റൂ. ബാബ്സെ മിൽനെ കെ ലിയെ കിത്നെ ഭട്ടക്തേ രഹത്തെ. അല്ലെ, ബാബയെ കാണുവാനായിട്ട് കുട്ടികൾ എന്തുമാത്രം അലഞ്ഞുകൊണ്ടിരിക്കുന്നു. യജ്ഞ തപ് ദാനം പുണ്യ ആദി കർത്തേ രഹത്തെ. യജ്ഞവും തപവും ദാനവും പുണ്യവും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അല്ലെ, എന്തിനാണ്? ഭഗവാനെ തേടി. അതിനാണ് പരമപിതാവിനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫായ്ദേ കുച്ച് ഭി നഹീ ഹോത്താ. പക്ഷെ ഇത്രയും യജ്ഞങ്ങളും തപവും ദാനവും പുണ്യവും എല്ലാം ചെയ്തിട്ടും ഒരു പ്രയോജനവും ഇല്ലെന്ന് ബാബ പറയാണ്. അബദ്ധം ഭട്ടക്നെ സെ ചുട്ടുകയും. ബാബ എപ്പോഴാണ് ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്? നമ്മൾ ബാബയെ തിരിച്ചറിയുമ്പോൾ നമ്മൾ എല്ലാ അലച്ചിലുകളിൽ നിന്നും രക്ഷപ്പെടുകയാണ്. അല്ലെ, എല്ലാ അലച്ചിലുകളും നമ്മുടെ മാറുന്നു. ഭക്തി കാണ്ട്. ബാബ പറഞ്ഞ അലഞ്ഞത് മുഴുവൻ ഭക്തിയിലാണ്. അത് ഭക്തി കാണ്ഡമാണ്. ജ്ഞാനക്കാണ്ട്. ബാബ പറയാണ് ഇത് ജ്ഞാനകാന്ഡമാണ്. ഭക്തി മാർഗ ആദ്യാകൽപ്പ ചൽത്താകെ ജ്ഞാനമാണ്. ഭക്തി മാർഗം അരക്കൽപ്പകാലം നടക്കുന്നു. ബാബ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഭക്തി മാർഗം അരക്കൽപ്പകാലം നടക്കുന്നു. പിന്നെ അടുത്തത് എന്താണ്? ജ്ഞാനമാർഗം. അല്ലെ, ഇത് ജ്ഞാനമാർഗമാണ്. ഈ സമയത്ത് തുമ്പോ പുരാണി ദുനിയാസിലെ വൈരാഗ്യമില്ലാത്ത ബാബ ഈ സമയത്ത് കുട്ടികൾക്ക് പഴയ ലോകത്തോട് വൈരാഗ്യം ഉണർത്തി തരികയാണ്. इसलिए तुम्हारा ये बेहद का वैराग्य तुम भी जानते हो ये सारी दुनिया कब्रिस्तान भूमि है. ബാബ പറയാണ് നമുക്ക് ഇപ്പോൾ പരിധികളില്ലാത്ത വൈരാഗ്യമാണ്. നമുക്കറിയാം മുഴുവൻ ലോകവും ഈ സമയത്ത് കബ്രിസ്ഥാനാണ്. കബ്രിസ്ഥാൻ ശ്മശാനമാണ്. ഈ സമയം കബ്രിസ്ഥാന് പരിസ്ഥാൻ പറ്റില്ല. ബാബ പറയാൻ ഈ സമയത്ത് ശ്മശാനമാണെങ്കിലും നാളെ ഇത് മാലാഖമാരുടെ ലോകം, ദേവതകളുടെ ലോകം, സ്വർഗഭൂമിയായിട്ട് മാറും. പരിസ്ഥാൻ ഓര് കബ്രിസ്ഥാൻ. ബാബ പറയാൻ ഇതിന് കളിയാണ്. ശ്മശാനത്തിന്റെയും സ്വർഗത്തിന്റെയും കളി. ശ്മശാനമായിട്ട് നാളെ സ്വർഗമായിട്ട് മാറും. പരിസ്ഥാൻ സ്ഥാപനം കർത്തേ. ബാബ സ്വർഗഭൂമി സ്ഥാപിക്കുകയാണ്. ജിनको याद करते हैं. അല്ലെ, ബാബയെ നമ്മളെല്ലാവരും ഓർമ്മിച്ചു. കാരണം ലോകം നരകമായപ്പോ നമ്മൾ ബാബയെ ഓർമ്മിച്ചു. എത്രത്തോളം ലോകം നരകമായോ അപ്പൊ നമ്മള് ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ എന്തിനാണ് ബാബയെ ഓർമ്മിച്ചത്? കാരണം ഈ ശ്മശാന ഭൂമിയായി തീർന്നിരിക്കുന്ന ലോകത്തെ
സ്വർഗമാക്കാനായിട്ട് ഈ നരകത്തിൽ നിന്ന് നമ്മളെ കരകയറ്റാനാണ് നമ്മൾ വിളിച്ചത്. രാവൺ കോ കോയി യാദിനേക്ക് കർത്തേങ്കി, രാവണനെ ആരും ഓർമ്മിക്കുന്നത് പോലുമില്ല. മുഖ്യ ഏക ബാത് സമജ്നെ സേ ഫിർ സബ് സംശയം മിറ്റ് ജായേംഗെ. മുഖ്യമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നതിലൂടെ എല്ലാ സംശയങ്ങളും ദൂരെയാകും. जब तक पहले बाप को नहीं जाना है तब तक സംശയ ബുദ്ധി ही रहेगी. അല്ലേ? ആത്മീയ അച്ഛനെ തിരിച്ചറിയാത്തിടത്തോളം കാലം സംശയബുദ്ധി ഉള്ളവരായിട്ട് മാറും. സംശയബുദ്ധി വിനശന്തി. ഭഗവാനോട് സംശയം വന്നു കഴിഞ്ഞാലോ സംശയബുദ്ധി വിനശന്തി എന്നാ പറയുന്നത്. അല്ലെ? സംശയബുദ്ധി പാടില്ല. ബരോബർ ഹം സബ് ആത്മാവും കാ വോ ബാപ് ഹൈ. ബാബയോട് ഒരിക്കലും മക്കൾക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. കാരണം എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ് ശിവബാബ. ബേഹദ് കാ വർഷ ദേത്തെ ഹൈ. അല്ലെ? ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനാണ്. എല്ലാ ആത്മാക്കളുടെയും ആത്മീയ അച്ഛനാണ്. പരിധികളില്ലാത്ത സ്വത്ത് നൽകുന്നു ബാബ. നിശ്ചയസേഹി വിജയമാലാമേ പിരോസം. നിശ്ചയത്തിലൂടെ മാത്രമാണ് നമുക്ക് വിജയമാലയില് മണികളാകാൻ മുത്തുകളായിട്ട് കോർക്കപ്പെടാൻ സാധിക്കുന്നത്. നമ്മുടെ വിജയി രത്നങ്ങളായിട്ട് മാറുന്നത്, വൈജയന്തി മാലയിലെ മുത്തുകളായിട്ട് മാറുന്നത് നിശ്ചയത്തിലൂടെയാണ്. അതുകൊണ്ട് ബാബയോടുള്ള നിശ്ചയത്തിന്റെ എന്ത് ടെസ്റ്റ് പേപ്പർ വന്നാലും നമ്മൾ ഒരിക്കലും പരമാത്മാവിനോടുള്ള നിശ്ചയ ബുദ്ധിയില് നമുക്ക് അല്പം പോലും സംശയം ഉണ്ടാകാൻ പാടില്ല. ബരോബർ ഹം സബ് ആത്മാവും കാ ബാപ് ഹൈ, വഹി ബേഹദ് കാ വർഷ ദേത്താ ഹൈ. അല്ലെ? ബാബ പറയാണ് എല്ലാ ആത്മാക്കളുടെയും അച്ഛനായ ബാബ പരിധികളില്ലാത്ത സ്വത്ത് കുട്ടികൾക്ക് നൽകുന്നു. ഏകേക അക്ഷരമേ സെക്കൻഡ്മേ നിശ്ചയമായി ചെയ്യും. ബാബ പറയുന്ന ഓരോ മഹാവാക്യങ്ങളും സെക്കൻഡിൽ നമ്മുടെ ഉള്ളിൽ നിശ്ചയം ഉണ്ടായിരിക്കണം. ബാബ കരുതി പൂര നിശ്ചയമാണ് ചെയ്യും. ഇവിടെ ബാബ പറയുമ്പോൾ പൂർണ്ണമായ നിശ്ചയം കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ബാബ് നിരാകാർക്കോ കഹാ ജാതാ ഹൈ. ബാബ നിരാകാരിയാണ്. നമ്മുടെ ആത്മീയ അച്ഛൻ നിരാകാരിയാണ്. ऐसे तो गांधी को भी बापूजी कहते थे. ഗാന്ധിജിയെ പോലും എന്താ വിളിച്ചത്? ബാപ്പുജി എന്നാണ് വിളിച്ചത് ഗാന്ധിജിയെ. പരന്തു യഹാ തോ വേൾഡ് കാ ബാപ്പുജി ചാഹിയേ. അല്ലെ? ബാബ പറയാണ് രാഷ്ട്രത്തിന്റെ, ഭാരതത്തിന്റെ പിതാവായിരുന്നു ബാപ്പുജി. അല്ലെ? ഇവിടെ നമുക്ക് ലോകത്തിന്റെ പിതാവിന് ആവശ്യമാണ്. ശിവബാബ ആരാണ്? ലോകത്തിന്റെ പിതാവാണ് ശിവബാബ. വേൾഡ് ഫാദർ ഏതോ ഹേഗി വേൾഡ് കാ ഗോഡ് ഫാദർ. ശിവബാബ ആരാണ്? വേൾഡിന്റെ, ലോകത്തിന്റെ ഗോഡ് ഫാദർ ആണ്. വേൾഡ് കാ ഗോഡ് ഫാദർ ഏതോ ബഹുത് ബഡാ ഹുവാ. ബാബ പറയാണ് നോക്ക്, വേൾഡിന്റെ ഗോഡ് ഫാദർ, ലോകത്തിന്റെ ഗോഡ് ഫാദർ എന്ന് പറയുമ്പോ ബാബ എത്ര വലുതാണ്. ബാദശാഹി ബാബയിൽ നിന്നും ലോകത്തിന്റെ ചക്രവർത്തി പദവിയാണ് ലഭിക്കുന്നത്. ബ്രഹ്മദ്വാര സ്ഥാപന ബുദ്ധി വിഷ്ണു കെ രാജ്യം. ബ്രഹ്മാവിലൂടെ സ്ഥാപനം ചെയ്യാണ്. വിഷ്ണുവിന്റെ രാജ്യം ബ്രഹ്മാവിലൂടെ സ്ഥാപിക്കപ്പെടുകയാണ്. ജാനത്തെ ഹോ വിഷ്ണു കെ മാലിക്. ഇവിടെ കുട്ടികൾക്ക് അറിയാം നമ്മൾ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. ഹംസോ ദേവി ദേവതാ ദേവി, ചന്ദ്രവംശി സൂര്യവംശി ക്ഷുദ്രവംശി ബലി. ബാബ പറയാണ് നമ്മള് ദേവി ദേവതകളായിരുന്നു. അല്ലേ? നമ്മള് സൂര്യവംശത്തിലുണ്ടായിരുന്നു, പിന്നീട് ചന്ദ്രവംശിയായി, പിന്നീട് വൈശ്യവംശിയായി, ക്ഷുദ്രവംശി. ബാബ പറയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയൂ. മേരെ ജ്ഞാൻ യജ്ഞം വിഘ്ന ബഹുത് പടേ. ബാബ പറയാണ് എന്റെ ഈ ജ്ഞാന യജ്ഞത്തിൽ ഒരുപാട് വിഘ്നങ്ങൾ ഉണ്ടാകും. വിനാശജ്വാല പ്രചരിത. ഇത് രുദ്രജ്ഞാന യജ്ഞമാണ്. ഈ രുദ്രജ്ഞാന യജ്ഞത്തിൽ നിന്നാണ് വിനാശജ്വാല പ്രചരിതമാകുന്നത്. സാരി പ്രാണി കഥ ബാബ പറയുന്ന ബാബയുടെ രുദ്രജ്ഞാന യജ്ഞത്തിൽ നിന്ന് വിനാശജ്വാല പ്രജ്വലിതമാകുന്നു. അങ്ങനെ വിനാശജ്വാല പ്രജ്വലിതമാകുമ്പോൾ ഈ പഴയ ലോകം മുഴുവൻ സമാപ്തമാകുന്നു.
ഏക ദേവി ദേവത ധർമ്മ സ്ഥാപനം ചെയ്തു. പിന്നെ ഒരേ ദേവി ദേവത ധർമ്മമാണ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. തുമോ സംജാനെ വാല ബാപ്കെ ഓ സച്ച് ബോൾത്തി. നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു ബാബയാണ് നമ്മളോട് സത്യം പറയുന്നത്. നരസെ നാരായൺ ബന്നേക്ക് സത്യകഥ സുനാത്തി. നരനെ നാരായണനാക്കി മാറ്റുന്ന സത്യമായ കഥ ബാബ കേൾപ്പിക്കുകയാണ്. ഈ കഥ തും കബീബി അബീകെ സുനത്തെ. ബാബ പറയാണ്, ഈ സത്യനാരായണന്റെ കഥ, സത്യമായ ഈ കഥ നമ്മൾ കുട്ടികൾ ഇപ്പോൾ മാത്രമാണ് കേൾക്കുന്നത്. ഏ കൊയ് പരമ്പര നഹീ ചലത്തി. ബാബ പറയാണ്, ഇത് പരമ്പരയായിട്ട് വന്നതൊന്നുമല്ല. അപ്പൊ ബാബ് കഹത്തെ ഹൈ തുമ്നെ 84 ജനം പൂരെ കിയേ. ഇപ്പോൾ ബാബ നമ്മൾ കുട്ടികളോട് പറയുകയാണ്, നമ്മള് 84 ജന്മം പൂർത്തിയാക്കി. അപ്പൊ ഫിർ നയി ദുനിയാമേ തുമാരാ രാജ്യം ഹോഗ. പുതിയ ലോകത്തിൽ നമ്മളുടെ രാജ്യം ഉണ്ടായിരിക്കും. ഏ ഹൈ രാജയോഗ ജ്ഞാൻ. ബാബ പറയാണ്, ഇത് രാജയോഗത്തിന്റെ ജ്ഞാനമാണ്. സഹജ രാജയോഗി की नॉलेज एक परमपिता परमात्मा के पास है. സഹജ രാജയോഗത്തിന്റെ ജ്ഞാനം ഒരേ ഒരു പരമപിത പരമാത്മാവിന്റെ പക്കൽ മാത്രമാണുള്ളത്. जिसको प्राचीन राजयोग का प्राचीन भारत का राजयोग कहते हैं. അല്ലെ, ഈ സഹജ രാജയോഗമാണ് പ്രാചീന ഭാരതത്തിന്റെ രാജയോഗം. ബരോബർ കലിയുഗോ സത്യുഗ ബനായാത. അപ്പൊ വന്നിട്ട് ഈ കലിയുഗത്തിനെ സത്യുഗമാക്കി മാറ്റിയിരുന്നു. വിനാശ് ശുരു ഹുവാത. ഇവിടെ വിനാശവും സംഭവിച്ചിരുന്നു. മുസ്ലിം അല്ലെ, ബാബ പറയാണ്, ഇതെല്ലാം എന്താണ്? മിസൈൽസിലൂടെയാണ് ഇവിടെ വിനാശങ്ങൾ സംഭവിച്ചത്. സത്യുഗ ത്രേതാമേ കോയി ലഡായിക്ക് ബാക്കി. സത്യുഗം ത്രേതായുഗത്തിന് യുദ്ധത്തിൻ്റെതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ബാദമേ ശുരു ഹോത്തി. പിന്നീടാണ് ആരംഭിച്ചത്. മുസ്ലിം ലാസ്റ്റ് ലഡായി. ബാബ പറയാണ്, അല്ലെ, ഈ ആണവായുധങ്ങളിലൂടെയുള്ള അന്തിമ യുദ്ധമാണിത്. ആകെ തൽവാർ സെ ലഡ്തേ थे, ബന്ദൂക് ബാജി ലഗായി. ബാബ പറയണ, ആദ്യമൊക്കെ വാളുകൊണ്ടാണ് യുദ്ധം ചെയ്തിരുന്നത്. പിന്നീട് എന്തായി? പിന്നീട് തോക്കുകൾ ഉപയോഗിച്ചിട്ട്, ആദ്യം വാള് ഉപയോഗിച്ച് യുദ്ധം ചെയ്തു, പിന്നെ തോക്കുകൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. ഇപ്പൊ എന്താ യുദ്ധം ചെയ്യുന്നേ? ആണവായുധങ്ങളെ മിസൈൽസ് ഉപയോഗിച്ചിട്ട് യുദ്ധം ചെയ്യാൻ. തോക്ക് നിക്കാലി, അവ ബോംബ്സ് നിക്കാലി, അല്ലെ, പിന്നെ പീരങ്കി, അങ്ങനെയുള്ള സാമഗ്രികൾ കൊണ്ട് യുദ്ധം നടന്നില്ലേ? ബാബ പറയാണ്, ഇപ്പൊ ബോംബുകളാണ്. സാരിത്യ വിനാശ് കേസേ. ബാബ പറയാണ്, അണവായുധങ്ങൾ നിർമ്മിച്ചില്ലെങ്കിൽ മുഴുവൻ ലോകത്തിന്റെയും വിനാശം എങ്ങനെയാ നടക്കുന്നത്? നാച്ചുറൽ കലാമറ്റീസ്. ബാബ പറയാണ്, അതിന്റെ കൂടെ പ്രകൃതിക്ഷോഭങ്ങളും. മുസൽധാർ ബർസാത്ത്, ഫേമൻ, ഏകെ നാച്ചുറൽ കലാമറ്റീസ്. ബാബ പറയാണ്, ആണവായുധങ്ങൾ കൊണ്ടുള്ള മഴയായിരിക്കും. പിന്നെന്താണ്? ഇവിടെ നാച്ചുറൽ കലാമറ്റീസ്, പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകും. അതായത് പറയും, ഒലക്ക വണ്ണത്തിലുള്ള മഴ എന്ന് പറയില്ലേ, അതിനെയാണ് മുസൽധാർ ബർസാത്ത് എന്ന് പറയും. അതായത് അതുപോലെയുള്ള എന്താ ബാബ പറഞ്ഞത്? ആ ഒലക്ക വണ്ണത്തിലുള്ള മഴ പെയ്യും എന്ന് വെച്ചാല് അത്രയ്ക്ക് അതിശക്തമായ മഴ, പിന്നെ വെള്ളപ്പൊക്കം, അങ്ങനെ പ്രകൃതിക്ഷോഭങ്ങൾ. समझो, earthquake होती है, उनको कहते हैं natural calamities. ബാബ പറയാണ്, ഭൂകമ്പം ഉണ്ടാകാറുണ്ട്, അല്ലേ? ഇതെല്ലാം തന്നെ പ്രകൃതിക്ഷോഭങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ആർക്കെന്ത് ചെയ്യാൻ പറ്റും? പ്രകൃതിക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കെന്ത് ചെയ്യാൻ പറ്റും? कोई आपने इंश्योरेंस भी किया हो तो कौन और किसको देगा? ബാബ പറയാണ്, മരണം ഹോൾസെയിലായിട്ട് വരുമ്പോ ആര് സ്വയം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിലും ആർക്ക് കൊടുക്കാൻ പറ്റും? എല്ലാവരും മരണപ്പെടുമ്പോ ആർക്ക് എന്ത് നൽകാൻ പറ്റും? സബ മർ ജായെങ്കെ, എല്ലാവരും മരിക്കും. കിസ്കോ കുച്ച് ഭി മിലേഗാ നഹീ. പിന്നെ ഇൻഷുറൻസ് ഒന്നും ആർക്കും ലഭിക്കില്ല. अभी तुम्हें फिर इंश्योर करना है बाप के पास.
ഇപ്പോൾ നമ്മൾ കുട്ടികള് ബാബയുടെ അടുക്കൽ ഇൻഷർ ചെയ്യണം. ഇൻഷർ ഭക്തി മേ ബി കർത്തേ, ഇൻഷർ ചെയ്യുന്നത് ഭക്തിയിലും ചെയ്യാറുണ്ട്. പരന്തു ആധാ കൽപ്പ റിട്ടേൺ കിട്ടാൻ, പക്ഷെ അരക്കൽപ്പത്തിന് ശേഷം റിട്ടേൺ ലഭിക്കുകയാണ്. ഏതോ ഡയറക്റ്റ് ഇൻഷർ കർത്തേ, ഇവിടെ നമ്മൾ നേരിട്ട് പരമാത്മാവിന് ഇൻഷർ ചെയ്യാണ്. അല്ലെ, ഭഗവാനിലേക്കാണ് നമ്മൾ ഇൻഷർ ചെയ്യുന്നത്. कोई सब कुछ इंश्योर करेगा उनको बादशाह की मिल ആരാണോ തനിക്കുള്ളതെല്ലാം ഇൻഷുർ ചെയ്യുന്നത് ആ കുട്ടികൾക്കാണ് ചക്രവർത്തി പദവി ലഭിക്കുന്നത്. जैसे बाबा अपने बतलाते ही सब कुछ दे दिया. ബ്രഹ്മ ബാബ എങ്ങനെയായിരുന്നു? ബ്രഹ്മ ബാബ എല്ലാം നൽകി, എല്ലാം ഇൻഷുർ ചെയ്തു. तो बाबा पास फुल इंश्योर कर लिया, फुल बादशाह की मिल. ബാബ പൂർണ്ണമായിട്ടും ഇൻഷുർ ചെയ്തപ്പോൾ പൂർണ്ണമായും ചക്രവർത്തി പദവി ലഭിച്ചു. ബാക്കി ഈ ദുനിയാക്കി കഥം പൂജാതി. ബാബ പറയാണ് ഈ ലോകം തന്നെ പൂർണ്ണമായിട്ടും സമാപ്തമാകാൻ പോകുന്നത്. മൃത്യുലോകം കിസ്കി തബി രഹേഗി ദുർമേ കിസ്കി രാജാക്കായി. ബാബ പറയേണ്ടത് മൃത്യുലോകമാണ്. ഇവിടെ എന്തെല്ലാം നമ്മൾ നേടിയാലും എത്ര സമ്പത്തുണ്ടെങ്കിലും ബാബ പറയാണ് ഒന്നില്ലെങ്കിൽ മണ്ണായിട്ട് പോകും, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആയിട്ട് പോകും, കരമായിട്ട് പോകും, രാജാവ് എടുക്കും, ഗവൺമെന്റ് എടുക്കും. जब कहाँ आग लगती है तो कोई आफत आती है, चोर लोग लूटते हैं. എവിടെയെങ്കിലും തീ പിടിച്ചു, എന്തെങ്കിലും ആപത്ത് വിപത്ത് വന്നു, അപ്പോ കള്ളന്മാര് വരും കൊള്ളയടിക്കാൻ. ഈ സമയം അന്ധകാരി അത് ബാബോ യാതില്ല. ബാബ പറയേണ്ടത് അന്തിമ സമയമാണ്. ഈ സമയത്ത് ഇപ്പോൾ ബാബയെ ഓർമ്മിക്കണം. മദത് കർമ്മീനെ ബാബ പറയാണ് ബാബയ്ക്ക് കുട്ടികളെ സഹയോഗം ചെയ്യണം. ഈ സമയം സബ് പതിതേ പാവൻ ദുനിയ സ്ഥാപൻ കർണ സകി. ഈ സമയത്ത് എല്ലാ മനുഷ്യരും പതിതരായി തീർന്നിരിക്കും. അതുകൊണ്ട് ആർക്കും തന്നെ പാവനമായ ലോകം സ്ഥാപിക്കാൻ സാധിക്കില്ല. സ്വയം പതിതരായി തീർന്നിരിക്കുന്നവർക്ക് പാവനമായ ലോകം എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും? ഏതോ ബാപ്കാഹി കാണും. ഇത് ബാബയുടെ കർത്തവ്യമാണ്. ബാപ്പുകി ബുലാത്തെ നിരാകാരി ദുനിയാസെ ആവോ ആക്കർ രൂപ തരോ. ബാബിയാണ് വിളിക്കുന്നത്. നിരാകാരി ലോകത്തിൽ നിന്നും വരൂ, ഇവിടെ വന്ന് രൂപം ധരിക്കൂ. ബാബ് കഹത്തെ മേ സാഗാർ മേ ആയാ രൂപ തരാഹി. ബാബ പറയാണ് ഞാൻ സാഗാരത്തിൽ വന്നിരിക്കുകയാണ്, രൂപം ധരിച്ചിരിക്കുകയാണ്. പരന്തു ഹമേശ ഇസ്മേ നഹി രഹ സക്താ. പക്ഷെ ഞാൻ എപ്പോഴും ബ്രഹ്മാവിന്റെ ശരീരത്തിൽ വസിക്കുന്നില്ല. സവാരി കോയി സാരാദിൻ തോടി ഹോത്തി. ബാബ പറയാണ് സവാരി എപ്പോഴും രാവിലെ മുതൽ വൈകിട്ട് വരെ ദിവസം മുഴുവൻ സവാരി ചെയ്യും. 24 മണിക്കൂർ സവാരി ചെയ്യില്ലല്ലോ. വേലിക്ക് സവാരി നിൽക്കാത്തെങ്കിൽ ശിവൻ കാളയുടെ പുറത്ത് വരുന്നു. അപ്പൊ കാളപ്പുറത്താണ് ശിവൻ സവാരി ചെയ്യുന്നത്. ബ്രഹ്മാവാണ് കാള. അപ്പൊ ബ്രഹ്മാവിന് ശിവബാബ 24 മണിക്കൂറും വസിക്കുന്നില്ല. ഭാഗ്യശാലി രഥം മനുഷ്യർക്കും ഭാഗ്യശാലി രഥമാണ് ബ്രഹ്മബാബ. അതുകൊണ്ടാണ് മനുഷ്യനാണ്. അപ്പൊ ഈ റൈറ്റ് റൈറ്റ് ഗോശാല ദിക്കാത്തെ. ബാബ പറയാണ് ഏതാണ് ശരി? ശിവബാബ ബ്രഹ്മാവിൽ വന്നിരിക്കുന്നു, ബ്രഹ്മാവിനാണ് സവാരി ചെയ്യുന്നത്. ബ്രഹ്മാവാണ് ശിവബാബയുടെ ഭാഗ്യശാലി രഥം. അതാ കാളയാണോ രഥം? ഏതാണ് ശരി? सवारी को ही सारा दिन थोड़ी होती है. अब ये राइट या वो राइट गौशाला दिखाते हैं, गोमुख भी दिखाया है. गौशाല കാണിക്കുന്നുണ്ട്, ഗോമുഖം കാണിക്കുന്നുണ്ട്. വെയിൽ पर सवारी और गोमुख से नॉलेज देते हैं. കാളയുടെ മേലെ സവാരി ചെയ്യുന്നു, പിന്നെ ഗോമുഖത്തിലൂടെ ജ്ഞാനം നൽകുന്നു എന്ന് ചിത്രീകരിച്ചു. ഏ ജ്ഞാൻ അമൃത് നിക്കലായ അർത്ഥിങ്ങനെ. അവ പറയാണ് ഇവിടെ ജ്ഞാനാമൃതമാണ് കാണിച്ചിരിക്കുന്നത്. ജ്ഞാനാമൃതം ഗോമുഖത്തിലൂടെ ജ്ഞാനാമൃതം വരുന്നു. അല്ലെ, ഗോമുഖത്തിന്റെ ക്ഷേത്രമുണ്ട്. बहुत लोग जाते हैं, समझते हैं गोमुख से अमृत टपकता है. ഗോമുഖം കാണാനായിട്ട് ധാരാളം പേര് പോകുന്നു. ഗോമുഖത്തിൽ നിന്ന് അമൃത് വരുന്നെന്നാണ് അവർ വിചാരിക്കുന്നത്. वो जाकर पीना है.
ആ ഗോമുഖത്തിൽ വരുന്ന അമൃത് കുടിക്കണം എന്ന് വിചാരിക്കും. 700 ശരിയാണ്. ഗോമുഖത്തിലേക്ക് എങ്ങനെയാ പോവാ? അതായത് മൗണ്ട് അബുവിലെ മേളിന്ന് 700 പടി താഴേക്ക് ഇറങ്ങും. തിരിച്ചു വരണമെങ്കിൽ 700 പടി തിരിച്ചു കയറണം. 700 പടി ഗോമുഖത്തിലേക്ക് പോകാൻ. മോളിന്ന് നമ്മളുടെ മധുബന്റെ അടുത്താ അത്. അപ്പൊ മോളിന്ന് നമ്മള് അവിടുന്ന് പടികൾ ഇറങ്ങിയിട്ടാ പോകുന്നത്. താഴെ ചെന്നാൽ ഒന്നും കാണാനില്ല, ഒന്നും കാണാനില്ല. അവിടെ മാർബിള് കൊണ്ട് ഒരു ഗോമുഖം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഗംഗാജലമാണെന്ന് തോന്നുന്നു. വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്, ഒന്നും കാണാനില്ല. 700 പടി ഇറങ്ങിയിട്ടാണ് താഴെ പോകുന്നത്. തിരിച്ച് 700 പടി കയറണം. सबसे बड़ा गोमुख तो ये है, अमरनाथ पर भी कितनी मेहनत कर जाते हैं. ബാബ പറയുന്ന ഏറ്റവും വലിയ ഗോമുഖം ഇതാണ് അല്ലേ? അതായത് ഇവിടെയാണ് എന്താ ബ്രഹ്മാവിലൂടെ ബാബ നമുക്ക് ജ്ഞാനം നൽകുന്നത്. ശരിയായിട്ടുള്ള ഏറ്റവും വലിയ ഗോമുഖം ഇതാണ്. അമർനാഥിന് എത്രയോ പരിശ്രമിച്ചിട്ടാണ് പോകുന്നത്. അവിടെയും ഒന്നും തന്നെ ഇല്ല. സബ് രഹിയെ, എല്ലായിടത്തും ചതിയാണ്. ദിക്കാത്തെ ശങ്കരനെ പാർവതിക്കോ കഥ സുനി, ശങ്കരൻ പാർവതിക്ക് കഥ കേൾപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ പാർവതിക്ക് ദുർഗതി പോയി. ബാബ പറയാണ് ശങ്കരൻ പാർവതിക്ക് കഥ കേൾപ്പിച്ചപ്പോ അല്ലേ, ഇപ്പൊ പാർവതിയുടെ ദുർഗതി ഉണ്ടായോ? എന്താണ് സംഭവിച്ചത്? അതായത് പാർവതിക്ക് എന്തിനാണ് ശങ്കരൻ കഥ കേൾപ്പിച്ചേ? പാർവതിക്ക് ദുർഗതി ഉണ്ടായതുകൊണ്ടാണോ? കാരണം ആത്മാക്കൾക്ക് പരമാത്മാവ് വന്ന് അമരകഥ കേൾപ്പിക്കുന്നത് ആത്മാവിനെ ദുർഗതിയിൽ നിന്ന് സദ്ഗതിയിലേക്ക് കൊണ്ടുപോകാനാണ്. മനുഷ്യ മന്ദിർ ആദി ബനാനെ ഖർച്ച കർത്തി, മനുഷ്യര് ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ എന്തുമാത്രം പൈസയാണ് ചെലവഴിക്കുന്നത്. ഖർച്ച കർത്തെ കർത്തെ തുമ്നെ സബ് പൈസ ഗവാദി. ബാബ പറയാണ് ചെലവഴിച്ച് നിങ്ങളെ എല്ലാ പൈസയും നഷ്ടപ്പെടുത്തി. തും കിത്തനെ സോൾവെന്റ് थे, अब ഇൻസോൾവെന്റ് ബൻ ഗയേ. കുട്ടികള് എത്ര സമ്പന്നരായിരുന്നു, ഇപ്പോൾ പാപ്പരായി തീർന്നിരിക്കുകയാണ്. ആക്കർ സോൾവെന്റ് ബനാത്ത. ബാബ പറയാണ് ഞാൻ വന്നിട്ടാണ് കുട്ടികളെ സമ്പന്നരാക്കി മാറ്റുന്നത്. തും ജാൻതേ ഹോ ബാപ് സേ ഹം ബർസ ലേനെ ആയി. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് അറിയാം, ബാബയുടെ അടുക്കൽ നിന്ന് സ്വത്ത് നേടുവാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. തും ബച്ചോം കോ ദേ രഹേ. ബാബ ഈ സമയത്ത് സ്വത്ത് കുട്ടികൾക്കാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭാരതഹേ പരംപിത പരമാത്മാ കാ ബർത്ത് പ്ലേസ്. ഭാരതം എന്ന് പറയുന്നത് പരമപിത പരമാത്മാവിന്റെ ജന്മസ്ഥാനമാണ്. സബ്സെ ബഡ തീർത്ഥഹുവ, സ്വയം പരമാത്മാവിന്റെ ജന്മസ്ഥാനമാണ് ഭാരതം. അതുകൊണ്ട് ഏറ്റവും വലിയ തീർത്ഥസ്ഥാനം ഭാരതമാണ്. फिर सर्व पतितों को पावन भी बाप भी बनाते. സർവപതിത ആത്മാക്കളെയും പാവനമാക്കി മാറ്റുന്നത് ഒരേ ഒരു ബാബയാണ്. ഗീതാമേ അഗർ ബാപ് കാ നാം ഹോത്താ തോ സഭി യഹാ ആകർ ഫൂൽ ചടാത്തെ. ഗീതയില് ബാബയുടെ പേരുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും, ഗീതയില് ബാബയുടെ പേരാണ് ഇട്ടിരുന്നെങ്കിൽ എല്ലാവരും അതുപോലെ പോയി പുഷ്പങ്ങൾ അർച്ചിച്ചു. ബാബ് സിവായ് സഭീക്കോ സദ്ഗതി കോൺ ദേ സക്തേ. ഒരേ ഒരു ബാബയ്ക്കല്ലാതെ എല്ലാവർക്കും സദ്ഗതി നൽകുവാൻ ആർക്ക് സാധിക്കും? ഈ പ്രപഞ്ചത്തിലുള്ള സർവാത്മാക്കൾക്ക് സദ്ഗതി നൽകുവാൻ ഒരേ ഒരു പരമാത്മാവിന് മാത്രമേ സാധിക്കൂ. ഭാരത ഹി സബ്സെ ബഡേത്തെ ബഡ തീർത്ഥി. ഭാരതമാണ് ഏറ്റവും വലിയതിലും വലിയ തീർത്ഥസ്ഥാനം. പരന്തു കൊയ്ക്കും മാലും ദിഹി, പക്ഷെ ആർക്കും അത് അറിയില്ല. നഹി തോ ജൈസെ ബാപ് കി മഹിമ അപരം അപാർ ഹി വൈസ ഭാരത് കി ഭി മഹിമ. ബാബ പറയുന്ന ബാബയുടെ മഹിമ അപരം അപാരമാണ്. അതേപോലെ ഈ ഭാരതത്തിന് മഹിമയുണ്ട്. ഹെൽ ഓർ ഹെവൻ ഭാരത് ബൻതായി. സ്വർഗമാകുന്നതും നരകമാകുന്നതും ഈ ഭാരതഭൂമിയാണ്. അപരം അപാര മഹിമ ഹെവൻ കി. അപരം അപാരമായ മഹിമ സ്വർഗത്തിനും. അപരം അപാർ നിന്ദ ഫിർ ഹെൽ കി കരേങ്കി. അപരം അപാരമായി നിന്ദിക്കപ്പെടേണ്ടത് എന്താണ്? നരകമാണ്. തും ബച്ചേ സച്ചിഖണ്ഡക്കെ മാലിക് ബൻകെ. ബാബ പറയാണ്, മക്കളെ നിങ്ങൾ സത്യഖണ്ഡത്തിന്റെ
അധികാരികളായി മാറും. യഹ ഐഹോ ബാബാസെ ബേഗത്ത വരസലെ. ഇവിടെ കുട്ടികൾ വന്നിരിക്കുന്നത് അച്ഛന്റെ അടുക്കൽ നിന്നും പരിധികളില്ലാത്ത സ്വത്ത് നേടുവാൻ വേണ്ടിയാണ്. ബാബ പറയാണ് മന്മന ഭവ ഓർ സബ്സെ ബുദ്ധിയോഗം ഹട്ടായേ മാം ഏകം യാദ് കരും. ബാബ പറയുന്ന എല്ലാറ്റിൽ നിന്നും കുട്ടികളുടെ ബുദ്ധിയോഗം വിടുവിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ. യാദ് സേഹി പവിത്ര ബനിക്കെ. ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ നമുക്ക് പവിത്രമാകാൻ കഴിയുള്ളൂ. നോളേജ് സേ വർസാലേ. ജ്ഞാനത്തിലൂടെ നമ്മൾ ബാബയുടെ സ്വത്ത് നേടുകയാണ്. ജീവൻ മുക്തി കാ വർഷ സബ്കോ മിൽത്താ ഹൈ. ജീവൻ മുക്തിയുടെ സ്വത്ത് എല്ലാ കുട്ടികൾക്കും ലഭിക്കും. പരന്തു സ്വർഗ കാ വർഷ രാജ്യോഗ് സുഖിനെ വാലേ ഹി പാത്തേ ഹൈ. എന്നാൽ സ്വർഗത്തിന്റെ സ്വത്ത് നേടാൻ കഴിയുന്നത് രാജ്യോഗം പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ്. സദ്ഗതി തോ സബ്കി ഹോനി ഹൈ നാ, സബ്കോ വാപ്പസ് ലേ ജായേ. സദ്ഗതി എല്ലാവർക്കും ലഭിക്കും. എല്ലാ കുട്ടികളെയും ബാബ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ബാബ് कहते हैं എന്നെ കാലം കാൽ മഹാകാലം. എല്ലാ ആത്മാക്കളെയും കൂട്ടം പോലെ ബാബ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അതുകൊണ്ട് ബാബയെ പറയുന്നത് എന്താണ്? കാലന്റെയും കാലൻ മഹാകാലേശ്വരനാണ്. മഹാകാൽ കാ മന്ദിർ ഹേ, മഹാകാലന്റെ ക്ഷേത്രം. സബ്കോ വാപ്പസ് ലേ ജായേംഗെ. എല്ലാവരെയും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. ബാപ്പിനെ സംജായ ഹൈ അന്തിമേ പ്രത്യക്ഷത ഹോഗി. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട് അന്ത്യത്തിലെ പ്രത്യക്ഷത നടക്കും. തബ് സംജയ്ക്ക് ബരോബർ ഇनको बताने वाला बेहद का बापी. അവസാനം ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാകും. അപ്പൊ എല്ലാവരും മനസ്സിലാക്കും. ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്, ഇവർക്ക് ജ്ഞാനം നൽകുന്നത് പരമപിതാവായ പരമാത്മാവാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കും. कथा सुनाने वाले अगर अब कहे गीता का भगवान कृष्ण नहीं शिव है, तो सब कहेंगे इनको पीके का बोध लगा है. അല്ലെ? അപ്പൊ അന്ത്യത്തില് ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാകും. ആ സമയത്ത് എല്ലാവരും പറയും, എല്ലാവരും മനസ്സിലാക്കും, ഇവരുടെ പരിധികളില്ലാത്ത അച്ഛൻ, അല്ലെ, നമ്മുടെ ആ പരിധികളില്ലാത്ത അച്ഛനാണ് ഇവർക്ക് ജ്ഞാനം നൽകിയത്. ബാബ പറയണ ലോകത്തിലെ കഥ കേൾപ്പിക്കുന്നവരുണ്ട്, അല്ലെ, അവരിപ്പോൾ പറയാണ് ഗീതയുടെ ഭഗവാൻ കൃഷ്ണനല്ല ശിവനാണ് എന്ന് അവര് പറഞ്ഞെന്നിരിക്കട്ടെ. ശാസ്ത്രങ്ങളും വേദങ്ങളും ഒക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നവരുണ്ടല്ലോ, കഥ കേൾപ്പിക്കുന്നവരുണ്ടല്ലോ. അവര് പറഞ്ഞെന്നിരിക്കട്ടെ ഗീതയുടെ ഭഗവാൻ കൃഷ്ണനല്ല ശിവനാണ്. എങ്കില് എല്ലാവരും പറയും, അല്ലെ, ബ്രഹ്മകുമാരിന്റെ ഭൂതം പ്രവേശിച്ചു എന്ന്, അല്ലെ, ഇവരെയും പിടികൂടിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേന്ന് അവര് പറയും. ഇനോക്കോ കബി ടൈം നെയ്യേ तो शिव है सब कहेंगे इनको बीके का बोध लगा है, इसलिए इनका अभी टाइम नहीं है, पिछाड़ी को मानेंगे. ബാബ പറയാണ്, അതുകൊണ്ടാണ് ഇവർക്കൊന്നും ഇപ്പൊ അംഗീകരിക്കാൻ പറ്റാത്തത്. ഈ വേദങ്ങളും ശാസ്ത്രങ്ങളെല്ലാം കേൾപ്പിക്കുന്നവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റാത്തത് അവരുടെ സമയമായിട്ടില്ല, അല്ലെ, അവസാനേ ആവുള്ളൂ, അവസാനം ഇവർ അംഗീകരിക്കുള്ളൂ. അഭിമാൻ ലേവേ തോ ഉനോക്ക സാരി ഗ്രാഹിക്ക് ചലിഞ്ചായി. ഇപ്പൊ അവര് അത് അംഗീകരിക്കുകയാണെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സ്, ശിഷ്യഗണങ്ങളെല്ലാം അവരെ വിട്ടു പോവും. അച്ഛാ മീട്ടെ മീട്ടെ സിക്കിലതേ ബच्चों പ്രതി बाप पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य असर फर्स्ट पॉइंट. और सब संगतोട് മാതാപിതാക്കോ പൂരാ ഫോളോ കർ. എല്ലാ കൂട്ടുകെട്ടും ഉപേക്ഷിച്ച് മാതാപിതാവിനെ പൂർണ്ണമായിട്ട് ഫോളോ ചെയ്യണം. इस पुरानी दुनिया से बेहद का वैराग्य रख इसे भूल जाना है. ഈ പഴയ ലോകത്തോട് പരിധികളില്ലാത്ത വൈരാഗ്യം പുലർത്തി ഈ പഴയ ലോകത്തെ മറക്കണം. സെക്കൻഡ് പോയിന്റ്, ये अंत का समय है, सब कदम होने के पहले अपने पास जो कुछ है उसे ईश्वर कर भविष्य में फुल बादशाही का अधिकार ले. ബാബ പറയുന്നത് അന്തിമ സമയമാണ്.
ഇപ്പോൾ എല്ലാം സമാപ്തമാകാൻ പോവാണ്. അതിന് മുമ്പായിട്ട് അല്ലെ നമ്മുടെ അടുക്കൽ എന്തെല്ലാം ഉണ്ടോ എല്ലാം ഈശ്വർ ചെയ്ത് ഭാവിയിൽ പൂർണ്ണമായിട്ടും ചക്രവർത്തി പദവിയുടെ അധികാരം നേടണം. वरदान ब्राह्मण जीवन में सदा खुशी के खुराक खाने और खिलाने वाले ശ്രേഷ്ഠ കുഷ് നസീബ് സിബ്ബാൻ ഭവ. ബ്രാഹ്മണ ജീവിതത്തിലെ സദാ സന്തോഷത്തിന്റെ ടോണിക്ക് കഴിക്കുന്ന ശ്രേഷ്ഠ ഭാഗ്യവാനായി ഭവി. വിശുക്ക മാലികെ ഹം ഭാരത് സോ മാലികെ. വിശ്വത്തിന്റെ യജമാനന്റെ സന്താനങ്ങളാണ് നമ്മൾ, അധികാരികളും. ഈ ഈശ്വരീയ നശ ഒരു ഖുഷിമരെ. നമ്മള് പ്രപഞ്ചനാഥന്റെ അല്ലെ സന്താനങ്ങളുമാണ്, അധികാരികളുമാണ്. ഭവ പറയണ ഈ ഈശ്വരീയ ലഹരിയില് സന്തോഷത്തിലിരിക്കണം. ബാ മേര ശ്രേഷ്ഠ ഭാഗ്യ അർത്ഥത് നസീബ്. ആഹാ എന്റെ ശ്രേഷ്ഠ ഭാഗ്യം അഥവാ അല്ലെ എന്റെ ഭാഗ്യം. ഇസി ഖുഷിക്ക് ജൂലൈ സദാ ജൂൽത്തെ രഹോ. ആഹാ എന്റെ ശ്രേഷ്ഠ ഭാഗ്യം. ഭവ പറയാൻ ഈ സന്തോഷത്തിന്റെ ഊഞ്ഞാലിൽ സദാ ആടിക്കൊണ്ടിരിക്കും. സദാ ഖുഷ് നസീബ് ബി ഹോ ഓർ സദാ ഖുഷിക്ക് ഖുറാക് ഖാത്തെ ഹോ. സദാ നമ്മൾ ഭാഗ്യശാലികളാണ്, സദാ സന്തോഷത്തിന്റെ ടോണിക് കഴിക്കുന്നവരുമാണ്. സദാ ഭാഗ്യശാലികളാണ് നമ്മൾ, സദാ സന്തോഷത്തിന്റെ ടോണിക് കഴിക്കുന്നവരുമാണ്. ഓർ കിലാത്തെ ബി. സന്തോഷത്തിന്റെ ടോണിക് മറ്റുള്ളവരെ കൊണ്ട് കഴിക്കുന്നവരും സ്വയം കഴിക്കുന്നവരുമാണ് നമ്മൾക്ക്. ഓരോ കോബി ഖുഷിക്ക മഹാദാൻ ദേ ഖുഷ് നസീബ് ബനാത്തെ ഹോ. മറ്റുള്ളവർക്കും സന്തോഷത്തിന്റെ മഹാദാനം നൽകിയിട്ട് അവരെയും നമ്മള് അല്ലെ അവരെയും അത്രയും സന്തോഷം നിറഞ്ഞവരാക്കി മാറ്റണം. അതായത് അവരെയും ഏറ്റവും ഭാഗ്യവാനാക്കി മാറ്റണം. അപ്പൊ മറ്റുള്ളവർക്കും സന്തോഷത്തിന്റെ മഹാദാനം നൽകിയിട്ട് അവരെയും ഏറ്റവും ഭാഗ്യവാനാക്കി മാറ്റണം. ആപ്കെ ജീവൻ കി ഖുഷി ഹേ അല്ലെ ഖുഷ് രഹനാകി ജീന. നമ്മുടെ ജീവിതം തന്നെ സന്തോഷം നിറഞ്ഞതാണ്, സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം അല്ലെ. നമ്മുടെ ജീവിതം തന്നെ സന്തോഷമാണ്, സന്തോഷമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം. യഹി ബ്രാഹ്മൺ ജീവൻ കാ ശ്രേഷ്ഠ വരദാനം. ഇതാണ് ബ്രാഹ്മണ ജീവിതത്തിന്റെ ശ്രേഷ്ഠ വരദാനം. സ്ലോഗൻ ഹർ പരിസ്ഥിതി മേ സഹനശീൽ ബനോ തോ മൗജ് കാ അനുഭവ് കർത്തെ രഹി. ഓരോ പരിതസ്ഥിതിയിലും സഹനശീലതയുള്ളവരാകും, അപ്പോൾ ആനന്ദത്തിന്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ ഭവ പറയാണ് അല്ലെ, സ്ലോഗൻ എന്താണ്? ഓരോ പരിതസ്ഥിതിയിലും സഹനശീലതയുള്ളവരാകൂ, അപ്പോൾ ആനന്ദത്തിന്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയും. ഇനി മാതേശ്വരിജിയുടെ അമൂല്യമായ മഹാവാക്യം. ये अपने ईश्वरीय ज्ञान अपनी बुद्धि से नहीं निकाला हुआ है, न कोई अपनी समझ अथवा കൽപ്പന है. ഈ ഈശ്വരീയ ജ്ഞാനം നമ്മൾ ആരും നമ്മുടെ ബുദ്ധിയിൽ നിന്നും പുറത്തെടുത്തിട്ടുള്ളതല്ല അല്ലെ. അതായത് അത് എന്റെയാണെന്ന് നമ്മൾ ആരും വിചാരിക്കണ്ട, അത് വെറും ഭാവനയാണ്. അഥവാ സങ്കല്പേ പരന്തു ये ज्ञान सारी सृष्टि का जो रचता है उस द्वारा सुना हुआ ज्ञान. അപ്പൊ ബാബ പറയാണ് അല്ലെ, ഈ ജ്ഞാനം നമ്മൾ ആരുടെയും ബുദ്ധിയിൽ നിന്നും തന്നെ പുറത്തു വന്നൊന്നുമല്ല. ഇത് ഭഗവാൻ നമ്മൾ കുട്ടികൾക്ക് നൽകിയതാണ് അല്ലെ. അല്ലാതെ ഇത് ആരെങ്കിലും സ്വയം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഭാവനകൾ, അതൊന്നുമല്ല. അതുകൊണ്ട് ഈ ജ്ഞാനത്തെ മുഴുവൻ സൃഷ്ടിയിലേക്ക് നൽകുന്നത് രചയിതാവായ പരമാത്മാവാണ്. ഇത് രചയിതാവായ പരമാത്മാവ് കേൾപ്പിച്ചിരിക്കുന്ന ജ്ഞാനമാണ്. और साथ साथ सुनकर अनुभव और विवेक में जो लिया जाता है. ഇനി ബാബയുടെ മുരളി എല്ലാ ദിവസവും കേട്ട്, ബാബയുടെ മഹാവാക്യങ്ങള് ദിവസവും കേട്ട് അല്ലെ, അതിനെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന, വിവേകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കുട്ടികൾ, പ്രാക്ടിക്കൽ അപ്കോ സുനാരഹി. അങ്ങനെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കുട്ടികള്, വിവേകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നവരാണ് പ്രാക്ടിക്കൽ നിങ്ങൾ കുട്ടികളെ ഈ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. अगर अपने विवेक की बात होती है, सिर्फ अपने पास चलती है. അപ്പൊ ബാബ പറയാണ്, ഈ സമയത്ത് പ്രാക്ടിക്കലായിട്ട് ഭഗവാൻ നമുക്ക് ഈ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ വളരെ വിവേകപൂർവ്വം ഇത് മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്.
सिर्फ अपने पास चलती हैं, परंतु वो परमात्मा द्वारा सुना विवेक से അനുഭവം ധാरण करते हैं. അപ്പൊ ബാബ പറയാണ് അല്ലെ, ഇത് അത്രയും വിവേകം നിറഞ്ഞ കാര്യമാണ് അല്ലെ. പരമാത്മാ ജ്ഞാനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാത്മാവിലൂടെ നമ്മൾ കേൾക്കുന്ന ഈ ജ്ഞാനം വിവേകത്തിന്റെ അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരണ ചെയ്യാണ് അല്ലെ. വിവേകത്തോടെ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് അനുഭവത്തില് നമ്മൾ ധാരണ ചെയ്യാണ്. നമ്മൾ അതിന്റെ അനുഭവീയ മൂർത്തികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബാബയുടെ മുരളി കേട്ട് കേട്ട് കേട്ടാണ് നമുക്ക് വിവേകശാലിയായിട്ട് നമ്മൾ മാറുന്നത്. വിവേകശാലിയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കും, ഈ സമയത്ത് ഭഗവാൻ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കുട്ടികളെ ഈ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. जो बात धारण करते हैं वो जरूर जब विवेक और അനുഭവ में आती है. അല്ലെ, പരമാത്മ ജ്ഞാനം നമ്മൾ എപ്പോഴാണോ ധാരണ ചെയ്യുന്നത്, ഏത് ജ്ഞാന ബിന്ദുവാണോ നമ്മൾ ധാരണ ചെയ്യുന്നത്, അത് തീർച്ചയായിട്ടും നമ്മുടെ വിവേകമായിട്ട് മാറുന്നുണ്ട്, നമ്മുടെ അനുഭവമായിട്ട് മാറുന്നുണ്ട്. തബ് അപ്നി മാനി ജാതി ഹെ, അപ്പോഴാണ് അത് നമ്മുടേതാകുന്നത്. എപ്പോഴാണോ അല്ലെ, ദിവസവും നമ്മൾ ഈ മുരളി കേൾക്കുന്നു, പക്ഷെ അതിനെ ധാരണ ചെയ്യുമ്പോഴാണ് ആ ജ്ഞാനം നമ്മുടേതായിട്ട് മാറുന്നത്. जब बात धारण करते हैं तो जरूर जब विवेक और അനുഭവ ഉന്മേ ആത്തി ഹെ. അല്ലെ, നമ്മളിപ്പോൾ ഒരു ജ്ഞാനത്തെ ധാരണ ചെയ്യാണ്, പ്രാക്ടിക്കൽ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ജ്ഞാനത്തിന്റെ ധാരണ ചെയ്യുമ്പോൾ നമ്മുടെ വിവേകത്തിലും അനുഭവത്തിലേക്കും അത് വരികയാണ് ചെയ്യുന്നത്. ജ്ഞാനം നമുക്ക് എന്തിൽ വരണം അല്ലെ, നമ്മുടെ വിവേകത്തിലേക്ക് വരണം, നമ്മളെ വിവേകശാലികളാക്കി മാറ്റണം, പിന്നെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. तो ये बात इन द्वारा हम जान चुके हैं. അല്ലെ, ബാബ പറയാണ് അല്ലെ, ബാബയുടെ അടുക്കൽ നിന്നാണ് കുട്ടികൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. तो परमात्मा की रचना क्या है? അപ്പൊ പരമാത്മാവിന്റെ രചന എന്ന് പറയുന്നത് എന്താണ്? പരമാത്മാ क्या है? പരമാത്മാവ് ആരാണ്? ബാക്കി कोई अपने संकल्प की बात नहीं है. ബാബ പറയാണ്, അല്ലാതെ ഇവിടെ നമ്മുടെ ഭാവനകളും നമ്മുടെ സങ്കല്പങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അഗർ ഹോത്തി തോ അപ്നെ മൻമേ ഉത്പന്ന ഹോത്തി ഹെ. അങ്ങനെയാണെങ്കിൽ ഈ ജ്ഞാനം ബാബയുടെ അടുക്കൽ നമുക്ക് കേൾക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ മനസ്സിലേക്ക് തന്നെ അത് പൊങ്ങി വരില്ലേ, മനസ്സിൽ തന്നെ ഉത്പന്നമാവില്ലേ. तो ये अपना संकल्प है, इसलिए जो अपने को स्वयं परमात्मा द्वारा मुख्य धारणा योग्य पॉइंट्स मिली हुई അല്ലെ. അപ്പോ ഈ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് സ്വയം പരമാത്മാവിലൂടെ മുഖ്യമായിട്ടും അല്ലെ ധാരണായോഗ്യമായ ജ്ഞാനബിന്ദുക്കൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ യോഗ്യമായിട്ടുള്ള ജ്ഞാനബിന്ദുക്കൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. മുഖ്യ യോഗ ലഗാന പരന്തു യോഗക്കെ പേലെ ജ്ഞാൻ ചായി. ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ബാബയുടെ അടുക്കൽ യോഗം വെക്കണം അല്ലെ, ആത്മസ്മൃതിയിലിരുന്ന് പരംധാമത്തിൽ പരമാത്മാവിനെ ഓർമ്മിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായ സംഗതി, ഏറ്റവും മുഖ്യമായിട്ടുള്ള ധാരണയാണ്. യോഗ ലഗാനാകെ യോഗക്കെ പേലെ ജ്ഞാൻ ചായി. അപ്പൊ പരമാത്മാവുമായിട്ട് നമ്മൾ യോഗം വെക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണമെന്ന് പറയുന്നത് ബാബ അല്ലെ, നമുക്ക് ജ്ഞാനം വേണം. ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം വേണം, പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം വേണം, പരംധാമത്തെ കുറിച്ചുള്ള ജ്ഞാനം വേണം. എങ്കിലല്ലേ നമുക്ക് നമ്മുടെ ബുദ്ധിയോഗം പരംധാമത്തിൽ പരമാത്മാവിന്റെ അരികിൽ വെക്കാൻ പറ്റുള്ളൂ. तो जो बात धारण करते हैं वो जरूर जब विवेक और अनुभव में आती है तो अपनी मान जाती. जो बात भी इन द्वारा हम जान चुके हैं, परंतु परमात्मा की रचना क्या है? പരമാത്മാ क्या है അല്ലെ, ശരിക്കും പരമാത്മാവിന്റെ രചന എന്താണ്? പരമാത്മാവ് ആരാണ്? എന്താണ്? ബാക്കി കോയി അപ്നെ സങ്കല്പിക്കുക ബാത്തി നെയ്. ഇവിടെ എന്താണ്? നമ്മുടെ ഭാവനകള്, നമ്മുടെ സങ്കല്പങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഭഗവാൻ വന്നിട്ട് നമുക്ക് ഈ ജ്ഞാനം കേൾപ്പിച്ചു തരുന്നു അല്ലെ. അത് നമ്മൾ ധാരണ ചെയ്യുന്നു, നമ്മൾ ധാരണ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നല്ലാതെ ഇവിടെ അല്ലാതെയുള്ള യാതൊരു നമ്മുടെ ഭാവനയിൽ നിന്ന് സങ്കല്പത്തിൽ നിന്ന് ഉദിച്ച കാര്യങ്ങളൊന്നും. अगर होती तो अपने मन में उत्पन्न होती है, तो अपना संकल्प है, इसलिए
जो अपने स्वयं परमात्मा द्वारा मुख्य धारणा योग्य പോയിന്റ് ബിലീവ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ കുട്ടികൾക്ക് സ്വയം പരമാത്മാവിലൂടെ വളരെ ധാരണായോഗ്യമായിട്ടുള്ള ജ്ഞാനമാണ്, ജ്ഞാനബിന്ദുക്കളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം എന്താണ്? ബാബയുമായിട്ടുള്ള യോഗം വെക്കുക. അപ്പൊ യോഗം വെക്കണമെങ്കിൽ നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. യോഗ करने के लिए पहले ज्ञान तो क्यों कहते हैं? യോഗം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ജ്ഞാനം വേണമെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? पहले सोचना फिर समझना बाद में योग लगाना. ആദ്യം നമ്മൾ ചിന്തിക്കണം, പിന്നെ നമ്മൾ മനസ്സിലാക്കണം, പിന്നെ നമ്മൾ യോഗം വെക്കണം. അല്ലെ? അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, യോഗം ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. ആദ്യം നമ്മൾ ചിന്തിക്കണം, പിന്നെ നമ്മൾ മനസ്സിലാക്കണം, പിന്നീട് നമ്മൾ യോഗം വെക്കണം. ഹമേശ ऐसे कहा जाता है कि पहले समझ चाहिए. അതായത് ഏറ്റവും ആദ്യം നമുക്ക് ആവശ്യം വിവേകമാണ്. नहीं तो उल्टा कर्म चलेगा, इसलिए पहले ज्ञान जरूरी है. ബാബ പറയാൻ ആദ്യം നമുക്ക് ജ്ഞാനം വേണം, ആദ്യം നമുക്ക് വിവേകം വേണം, അല്ലെ? അല്ലെങ്കിൽ എന്താണ്, തലതിരിഞ്ഞ കർമ്മങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, അല്ലെ? അങ്ങനെ തലതിരിഞ്ഞ കർമ്മങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ബാബ പറയാണ് ആദ്യം നമ്മൾ ബാബയുടെ കൂടെ യോഗം വെക്കണം. ഹമേശ ऐसे कहा जाता है पहले समझ चाहिए. ബാബ പറയണ എല്ലായ്പ്പോഴും ഇത് തന്നെയാ പറയുന്നത്. എന്താണ്? ആദ്യം വിവേകം വേണം എന്ന് തന്നെയാണ് പറയുന്നത്. ജ്ഞാന ഏക ഊഞ്ചി സ്റ്റേജ് ഹേ ജിസ്കോ ജാനനെ കെ ലിയെ ബുദ്ധി ചാഹിയെ. ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ഉയർന്ന സ്റ്റേജ് ആണ്, അല്ലെ? ജ്ഞാനം എന്തിനാ ബാബ നൽകുന്നത്? നമ്മളെ ഉയർന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുപോകാനാണ്. പക്ഷെ ആ ഉയർന്ന സ്ഥിതിയെ നമ്മൾ അറിയുന്നതിന് വേണ്ടി ബുദ്ധിമേ ചാഹിയെ, ബുദ്ധി ചാഹിയെ, ക്യോंकि उससे ऊंच परमात्मा हमको पढ़ाते. ബാബ പറയാണ് ജ്ഞാനത്തിന്റെ ആ ഉയർന്ന സ്റ്റേജിനെ അറിയുന്നതിന് വേണ്ടി നമുക്ക് വിവേകം വേണം, ബുദ്ധി വേണം, അല്ലെ? എന്തുകൊണ്ടെന്നാൽ ഉയർന്നതിലും ഉയർന്ന പരമാത്മാവാണ്, അല്ലെ? ഉയർന്നതിലും ഉയർന്നവനായിരിക്കുന്ന പരമാത്മാവാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ये ईश्वरीय ज्ञान एक तरफ तोड़ना दूसरे तरफ जोड़. ഈ ഈശ്വരീയ ജ്ഞാനം എന്താണ് നമ്മളോട് പറയുന്നത്? ഈശ്വരീയ ജ്ഞാനം ഒരു ഭാഗത്ത് നമ്മൾ നമ്മളെ ബാബയോട് ബന്ധിപ്പിക്കണം, അല്ലെ? മറുഭാഗത്ത് ഈ പഴയ ലോകം നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഉപേക്ഷിക്കും. ഇതിനുള്ള ബന്ധം നമ്മൾ, അല്ലെ, മുറിച്ചു കളയണം. ഏക പരമാത്മാ കെ സംഗ് ജോഡോ ജैसे शुद्ध संबंध से हमारे ज्ञान की दृष्टि आगे बढ़े. അതായത് ശുദ്ധ സംബന്ധത്തിലൂടെയാണ് ഈ ജ്ഞാനത്തിന്റെ പടികളിലൂടെ കയറി നമുക്ക് പോകാൻ കഴിയും. ഈ ജ്ഞാനത്തിന്റെ പടിക്കെട്ട് കയറി നമ്മൾ മേലോട്ട് പോണെങ്കിൽ അതിനാണ് ബാബ നമുക്ക് ഇത്രയും ശുദ്ധമായ ജ്ഞാനം നൽകുന്നത്. ക്യോंकि इसी समय ആത്മാ കർമ്മബന്ധൻ വശ് ഹോ ഗയി. അല്ലെ? ഈ സമയത്ത് ആത്മാവ് കർമ്മബന്ധനത്തിന് അടിമയായിട്ട് ഇരിക്കുകയാണ്, അല്ലെ? കർമ്മബന്ധനത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ഈ ആദ്യമേ കർമ്മബന്ധൻ സേ രഹിത, അല്ലെ? ബാബ പറയാണ് കുട്ടികളെ, ആദ്യം ആത്മാവ് കർമ്മബന്ധന രഹിതമായിരുന്നു, ബാദ്മേ കർമ്മബന്ധനമേ ആയി, പിന്നീടാണ് ആത്മാവ് കർമ്മബന്ധനത്തിലേക്ക് വന്നത്. അപ്പൊ ഫിർസെ ഉൻകോ അപ്ന കർമ്മബന്ധൻ സേ ചുടാനായി. അല്ലെ? ഇപ്പൊ വീണ്ടും ആത്മാവിന് തന്റെ കർമ്മബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം, കർമ്മബന്ധനങ്ങൾ ആത്മാവിനെ വിട്ട് പോകണം. അപ്പൊ അപ്നെ കർമ്മക്ക് ബന്ധായി അതുകൊണ്ട് കർമ്മം ഈ സമയത്ത് നമ്മളെ ബന്ധിക്കുവാൻ പാടില്ല. കർമ്മത്താൽ ബന്ധനസ്ഥരാകരുത്. കർമ്മ കർണ അപ്നെ ഹാത്മേ രഹേ. കർമ്മം ചെയ്യുന്നത് അത് നമ്മുടെ കൈകളിലായിരിക്കണം. മന കർമ്മപ്പർ കൺട്രോൾ ഹോ. കർമ്മത്തിന്റെ മേലെ നിയന്ത്രണം ആവശ്യമാണ്. തബ്ഹി കർമ്മയ്ക്ക് ബന്ധായി മനി നഹി ആയേഗി. इसको ही जीवन मुक्ति कहते हैं. കർമ്മം നമ്മളെ ബന്ധിക്കാത്ത അവസ്ഥയെ എന്ത് വിളിക്കും? ജീവൻ മുക്തി. കർമ്മം ഒരിക്കലും നമ്മൾ തെറ്റായ കർമ്മം ചെയ്യുമ്പോഴും പാപകർമ്മം ചെയ്യുമ്പോഴാണ് അത് നമ്മളെ ബന്ധിക്കുന്നത്, അല്ലെ? ഇന്നലെ ബാബ പറഞ്ഞില്ലേ, സത്യതയുള്ള സത്യസ്വരൂപനായ അച്ഛന്റെ കൂടെ സത്യതയോടെ ഇരിക്കണം, അല്ലെ? അപ്പൊ നുണ, അസത്യം, കാപട്യം ഇതൊന്നും ബാബയുടെ കുട്ടികൾക്ക് പാടില്ല എന്ന് ബാബ പറഞ്ഞു. അപ്പൊ നമ്മളെ ബന്ധിക്കുന്ന വിധത്തിലുള്ള മോശമായ സംസ്കാരങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ കർമ്മം ചെയ്യാൻ പാടില്ല. तो इसको जीवन मुक्ति कहते हैं. नहीं तो कर्म बंधन में चक्र में आने से
സദാകാൽ കെലിയെ ജീവൻ നഹി മിലേഗി. അല്ലെ, നമ്മള് കർമ്മബന്ധനത്തിലേക്ക് പോവുകയാണ് അല്ലെ, ഈ കർമ്മബന്ധനങ്ങളുടെ ചക്രത്തിലേക്ക് നമ്മൾ വരികയാണ് എങ്കിൽ സദാകാലത്തേക്ക് നമുക്ക് ജീവൻമുക്തി ലഭിക്കില്ല. അവത്തോ ആത്മാസേ പവർ ഇക്കൽ ഗയി. ആത്മാവ് ജന്മങ്ങൾ എടുത്തെടുത്ത് താഴേക്ക് വന്നപ്പോഴേക്കും ആത്മാവിന്റെ പവറൊക്കെ പോയി, ശക്തിയൊക്കെ പോയി ആത്മാവിന്റെ അടുത്ത്. ഉൻകെ കൺട്രോളിങ് ബിഗർ കർമ്മ ഹോരഹി. അപ്പൊ ആത്മാവിന്റെ അടുത്തുനിന്ന് കർമ്മങ്ങൾ ഉണ്ടാകുന്നത് സ്വയം തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെയാണ്. ആത്മാവിന് സ്വയത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അല്ലെ, ആത്മാവിന്റെ നിയന്ത്രണം സ്വയത്തിൽ ഇല്ലാതായി തീർന്നില്ല. ലേക്കിൻ കർമ്മ ആത്മാസെ ഹോന ചെയ്യും. പക്ഷെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ആരാണ്? കർമ്മം ചെയ്യേണ്ടത് ആത്മാവ് തന്നെയാണ്. ആത്മാവേ ജോർ ആന ചെയ്യേ, കർമ്മോ കാ ഇസ് സ്ഥിതി മേ ആന ചാഹിയെ. അല്ലെ, അപ്പൊ ആത്മാവിന് ബാബ പറയാണ്, ആത്മാവ് അല്ലെ, ആത്മാവാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോ അത്രയും ആത്മാവേ ജോർ ആന ചെയ്യേ കർമ്മോ കോ ഇസ് സ്ഥിതി മേ ആന ചാഹിയെ ജോ കർമ്മോ കി ബന്ധായി മാൻ നാ രഹി. അപ്പൊ ആത്മാവ് അത്രയും പവർഫുൾ ആകണം. കാരണം ആത്മാവിന് തന്റെ എന്താണ് കർമ്മങ്ങളുടെ മേലെ നിയന്ത്രണമില്ലാതായി തീർന്നിരിക്കുന്നു. അപ്പൊ ആത്മാവ് അത്ര അടിമയായി തീർന്നിരിക്കുന്നു കർമ്മേന്ദ്രിയങ്ങൾക്ക് അല്ലെ. അപ്പൊ ആത്മാവിന് പവർ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ആത്മാവിനെ ഒരിക്കലും സ്വയത്തിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ബാബ പറയാണ് അല്ലെ, നമ്മുടെ കർമ്മത്തിന്റെ സ്ഥിതി അങ്ങനെയുള്ളതായിരിക്കും. കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന്റെ സ്ഥിതി അങ്ങനെയുള്ളതായിരിക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളെ ബന്ധിക്കാൻ പാടില്ല. നമ്മളെ ബന്ധിക്കുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യരുത്. നഹിതോ മനുഷ്യ ദുഃഖ സുഖത്തെ ലപേട്മേ ആജാത്തെ. കർമ്മം നമ്മളെ ബന്ധിക്കുമ്പോഴാണ് നമ്മൾ ദുഃഖ സുഖങ്ങളിലേക്ക് വരുന്നത് തന്നെ. ക്യോങ്കി കർമ്മ ഉനോക്കോ കിഞ്ചിത രഹതാ ഹൈ, ആത്മാ കി ശക്തി ഉസ് പവർ മേ ആതി ഹൈ. അതായത് ശരിക്കും നമ്മൾ കർമ്മം നമ്മളുടെ നിയന്ത്രണമില്ലാതെ നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർമ്മം നമ്മളെ ബന്ധിക്കും. അപ്പൊ പിന്നെ ആ കർമ്മം നമ്മളെ അതിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ ജീവിതത്തിലുള്ള മുന്നോട്ടുള്ള യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരുപാട് ദുഃഖത്തിലേക്ക് നമ്മൾ വലിച്ചിഴക്കപ്പെടുന്നത് അല്ലെ, ഒരുപാട് വേദനകളിലേക്ക് നമ്മൾ വലിച്ചിഴക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അല്ലെ? നമ്മുടെ കർമ്മം നമ്മളെ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന തെറ്റായ കർമ്മങ്ങള്, വികർമ്മങ്ങള്, അത് നമ്മളെ ബന്ധിക്കുന്നു. അപ്പൊ അങ്ങനെ കർമ്മം വലിച്ചോണ്ടേയിരിക്കുന്നു. അപ്പൊ ബാബ പറയാണ്, ആത്മാക്കി ശക്തി ഉസ് പവർ മേ ആ ജാതി ഹൈ जो कर्मों को बंधाए बनी में ना आवे. ഏക റിസൾട്ട്. കർമ്മം നമ്മളെ ബന്ധിക്കാൻ പാടില്ല. ആത്മശക്തി നമ്മുടെ കർമ്മങ്ങളിലേക്ക് വരണം. നമ്മൾ അത്ര ആത്മശക്തിയുള്ളവരായിരിക്കും. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ശ്രേഷ്ഠ കർമ്മങ്ങളിലൂടെ നയിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴേ കർമ്മങ്ങൾ നമ്മളെ ബന്ധിക്കാതിരിക്കുള്ളൂ. ഇൻ ബാത്തോं को धारण करने से सहज हो जाए. ബാബു പറയുന്ന ഈ ജ്ഞാനം കുട്ടികൾ ധാരണ ചെയ്യുകയാണെങ്കിൽ എല്ലാം സഹജമാണ്. ഇസ് ക്ലാസ് കെ മക്കസദ് യഹി. ഈ ക്ലാസിന്റെ സാരം ഇതാണ് അല്ലേ. സാരം എന്താണ്? കർമ്മബന്ധന മുക്തമാകണം, കർമ്മം നമ്മളെ ബന്ധിക്കരുത്, അതാണ് സാരം. ബാക്കി അപ്ന കോയി വേദശാസ്ത്ര പഠ ഡിഗ്രി ഹാസിൽ. ഇവിടെ നമ്മൾ കുറെ വേദങ്ങളും ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് അല്ലെ, ഇതെല്ലാം അരച്ചു കലക്കി കുടിച്ച് പണ്ഡിതനൊന്നും ആവേണ്ട ആവശ്യമില്ല, അതിന്റെ ഡിഗ്രി നേടേണ്ട ആവശ്യമില്ല. ബൽക്കി ഇസ് ഈശ്വരീയ ജ്ഞാൻ മേ അപ്നെ കോ അപ്നി ജീവൻ ബനാനി. ഇവിടെ ഈ ഈശ്വരീയ ജ്ഞാനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ശ്രേഷ്ഠമായ ജീവിതം നിർമ്മിക്കണം. ജിസ് കാരണം ഈശ്വരസെ വോ ശക്തി ലഭിക്കും. കാരണം അതിനുവേണ്ടിയാണ് നമ്മൾ ഈശ്വരന്റെ അടുക്കൽ നിന്ന് ശക്തി ആർജിക്കുന്നത്. നമ്മുടെ പരമാത്മാവിനെ ഓർമ്മിക്കുന്നതും ഒരേ ഒരു പരമാത്മാവിന്റെ അടുക്കൽ നമ്മുടെ ഉദ്യോഗം ഘടിപ്പിക്കുന്നതും അല്ലെ, ആ പരമാത്മാവിലൂടെ നമ്മൾ ശക്തി നേടുന്നതും അതുകൊണ്ടാണ്. കാരണം നമുക്ക് ജീവൻ മുക്തരാകണം, ജീവൻ ബന്ധിതരാകരുത്. അപ്പൊ നമ്മുടെ ഓരോ കർമ്മവും ശ്രേഷ്ഠ കർമ്മമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ഓം ശാന്തി. ജൂൺ 5 പട്ടിയില് എല്ലാ കുട്ടികളും വരണം.